കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് ആനിമൽസ് ആണ് ഡിസ്കസ് ചെയ്തത്. പക്ഷേ ഈ ചാനൽ തുടങ്ങിയ തന്നെ അരുമയായിട്ട് നായ വളർത്തുന്നവർക്കും പൂച്ച വളർത്തുന്നവർക്കും അവരുടെ അരുമകളെ എങ്ങനെ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ട് വളർത്താം, അവയ്ക്ക് വന്നേക്കാവുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു അവബോധം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൂടിയാണ്. ഇന്ന് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നായ്ക്കളിൽ പ്രത്യേകമായിട്ട് ഈ വേനൽക്കാലത്ത് വന്നേക്കാവുന്ന ചെള്ളുപനിയെക്കുറിച്ചാണ്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയനാണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. വേനലാകുന്നതോടുകൂടിയിട്ട് ചൂട് മാത്രമല്ല, അതിനുപരി ഒരുപാട് പ്രശ്നങ്ങൾ മൃഗങ്ങൾക്ക് ചെള്ളുകൾ കാരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലൊന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ചെള്ളുപനി. ചെള്ളുപനി എന്ന് പറയുന്നത് കേവലം ഒരു അസുഖം അല്ലെങ്കിൽ കൂടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബെബീഷ്യോസിസ് എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ്. ചെള്ള് എപ്പോൾ കൂടുന്നോ അതോടൊപ്പം തന്നെയാണ് ഈ അസുഖത്തിൻ്റെ എണ്ണവും വർദ്ധിക്കുന്നതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഈ അസുഖം നായ്ക്കളിൽ ചെള്ള് വഴി മാത്രമേ ട്രാൻസ്മിറ്റഡ് ആവുള്ളൂ. ഈ അസുഖം നായനെ മാത്രമല്ല കേട്ടോ, പശുക്കളേനെയും മാടുകളേനെയും കുതിരകളേനെയും എല്ലാം എഫക്റ്റ് ചെയ്യും. പക്ഷെ ഇന്ന് നമ്മളുടെ വീഡിയോ നായ്ക്കളിൽ ഈ അസുഖം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബെബീഷ്യയുടെ സ്പീഷീസ് നോക്കുകയാണെങ്കിൽ 100 കണക്കിന് സ്പീഷീസ് ഭൂമിയിൽ ഇന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ 4 തരം ബെബീഷ്യ സ്പീഷീസ് ആണ് നായ്ക്കളിൽ കാണുക. ബെബീഷ്യ കാനസ്, ബെബീഷ്യ വൊഗേലി, ബെബീഷ്യ റോസെ, ബെബീഷ്യ ഗിബ്സോണി. ഇതിനുള്ളിൽ ബെബീഷ്യ റോസയാണ് ഏറ്റവും കൂടുതൽ നായ്ക്കളിൽ മരണം ഉണ്ടാക്കുന്നത്. പക്ഷെ ഭാഗ്യത്തിന് ഇത് സൗത്ത് ആഫ്രിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് കാണുക. പക്ഷെ ബാക്കി 3 എണ്ണം വേൾഡ് വൈഡ് ഒക്കറൻസ് ഉള്ളതാണ്. റിപ്പിസെഫാലസ് സാങ്ക്വിനസ് എന്ന് പറയുന്ന ഒരു ചെള്ളാണ് ഈ അസുഖം നായകളിലേക്ക് പരത്തുന്നത്. അസുഖമുള്ള ഒരു നായേനെ ചെള്ള് കടിക്കുന്നതോടുകൂടിയിട്ട് ചെള്ളിൻ്റെ ശരീരത്തിലേക്ക് ഈ അണുക്കൾ പ്രവേശിക്കുകയും പിന്നീട് മറ്റൊരു നായെ കടിക്കുമ്പോൾ ചെള്ളിൻ്റെ തുപ്പൽ വഴി ഈ നായയിലേക്കും കൂടെ ആ അസുഖമുള്ള അണുക്കളെ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. നായ്ക്കളിലേക്ക് കടക്കുന്ന ഈ അണുക്കൾ RBC അല്ലെങ്കിൽ നമ്മുടെ രക്താണുക്കളെയാണ് അറ്റാക്ക് ചെയ്യുക. ആദ്യം ഈ രക്താണുവിൻ്റെ പുറത്തു പോയി പറ്റിപ്പിടിക്കുന്ന ഈ അണുക്കൾ അകത്ത് കയറി മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അതായത് ഒരു അണു കയറിയാൽ പോലും അത് 2 ആവും, പിന്നെ 4 ആവും. ഒടുക്കം ആ രക്താണുവിനെ നശിപ്പിച്ചുകൊണ്ട് ഈ 4 എണ്ണം പുറത്തേക്ക് ചാടും. അതോടുകൂടി 4 അണുക്കൾ 4 രക്താണുവിനെ ടാർഗറ്റ് ചെയ്ത് പോകും. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് മറ്റ് രക്താണുക്കളെ ടാർഗറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നായയുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങുന്നു. ഇവിടെ പറയേണ്ട ഒരു കാര്യം, ഒരു അസുഖമുള്ള നായയിൽ നിന്ന് മറ്റൊരു നായയ്ക്ക് ഈ അസുഖം കിട്ടാൻ യാതൊരു വഴിയില്ല, ചെള്ള് ഇല്ല എങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഗർഭിണിയായ അമ്മയിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക്, അതും അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ഡോഗ് ഫൈറ്റ്സ് വഴി മാത്രമാണ് ഈ അസുഖം ആരോഗ്യമുള്ള ഒരു നായയിലേക്ക് ഡയറക്റ്റ് നായയിൽ നിന്ന് വരാനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ. ഏതൊരു പാരസൈറ്റ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാലും നമ്മുടെ ഇമ്മ്യൂണിറ്റി അതിനെ റെസിസ്റ്റ് ചെയ്യും. ചില സന്ദർഭങ്ങളിൽ വളരെ കുറച്ച് അണുക്കൾ മാത്രമായിരിക്കും നായയുടെ ശരീരത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടാവുക. നായയുടെ ഇമ്മ്യൂണിറ്റി ഒരു ത്രെറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സാധാരണഗതിയിലുള്ള രക്താണുക്കളെയും കൊല്ലാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളത് കൂടുതൽ അപകടകരമായ അവസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓർഗാനിസം ഉണ്ടാക്കുന്ന പരിക്കിനെക്കാട്ടും കൂടുതലായിട്ട് നായയുടെ ശരീരത്തിൻ്റെ പ്രതിരോധം തന്നെയാണ് കൂടുതൽ RBCനെ കൊല്ലുന്നത്. ഇങ്ങനെയുള്ള കേസിനെ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ഹീമോലൈറ്റിക് അനീമിയ എന്നാണ് പറയാറ്. രക്താണുവിനെ കൊന്നുകൊണ്ട് ഉണ്ടാകുന്ന രക്തക്കുറവ്. ഒരു ചെള്ള് കടിച്ചതിന് ശേഷം 1 മുതൽ 4 ആഴ്ച വരെ യാതൊരു അസുഖമില്ലാതെ ആരോഗ്യകരമായി തന്നെ നമ്മുടെ നായയെ കാണാൻ പറ്റും. 4 ആഴ്ചകൾക്ക് ശേഷം ഒരു പക്ഷെ ഭക്ഷണം കഴിക്കാതിരിക്കുക, ചെറുതായി ക്ഷീണം അനുഭവപ്പെടുക, അല്ലെങ്കിൽ വളരെ ചെറിയ തോതിൽ പനിയുള്ളതുപോലെ പെരുമാറുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ പനിയായിട്ട് മാത്രം നമ്മൾ ഈ അസുഖത്തിനെ തുടക്കത്തിൽ കാണുന്നതാണ് ഏറ്റവും വലിയ അപകടം. നമ്മൾ ഈ അസുഖം ഇതാണെന്ന് കണ്ടുപിടിക്കാനെടുക്കുന്ന ഓരോ സമയവും ഈ അണുക്കൾ കൂടുതൽ രക്താണുക്കളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അപകടാവസ്ഥയിലാവാനുള്ള പ്രധാന കാരണം ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറയുന്ന രക്തക്കുറവ് മൂലമാണ്. അനീമിയ എന്ന് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ രക്തക്കുറവല്ല ആലോചിക്കേണ്ടത്, ഓരോ അവയവങ്ങൾക്കും അവയ്ക്ക് വേണ്ടതായിട്ടുള്ള ഓക്സിജൻ നമ്മുടെ രക്തത്തിന് എത്തിക്കാൻ പറ്റാതെ പോവും എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മറ്റ് അവയവങ്ങളും ഓരോന്നോരോന്നായിട്ട് പ്രവർത്തനരഹിതമാവാനും സാധ്യതയുണ്ട്.
അതിൽ ആദ്യം നമ്മൾ പറയേണ്ടത് സ്പ്ലീൻ, കിഡ്നി, ലിവർ എന്നീ 3 ഓർഗനുകളാണ്. അതുകൊണ്ട് നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലിവർ ഫങ്ഷൻ, കിഡ്നി ഫങ്ഷൻ ഇത് രണ്ടും പ്രത്യേകം ഈ അസുഖത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതുതന്നെയാണ് ഇതിന് പ്രധാന ഡയഗ്നോസിസും. ഇനി RBC ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, RBCൻ്റെ ഉള്ളിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ഹീമോഗ്ലോബിൻ റിലീസ് ചെയ്യപ്പെടും. മ്യൂക്കസ് മെംബ്രെയിനൊക്കെ മഞ്ഞ കളറായി കാണപ്പെടും. അതായത് മഞ്ഞപ്പിത്തവും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. നായ്ക്കളിൽ തൊലിയിലൂടെ നമുക്ക് മഞ്ഞപ്പിത്തം കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരെ കണ്ണിനുള്ള വെള്ളയിലും അല്ലെങ്കിൽ മോണകളിലുമാണ് മഞ്ഞപ്പിത്തത്തിനായിട്ട് നോക്കേണ്ടത്. ഹീമോഗ്ലോബിൻ അവരുടെ യൂറിൻ വഴി പുറത്തേക്ക് തള്ളുന്നതുകൊണ്ട് തന്നെ വളരെ കടുത്ത നിറത്തിലായിരിക്കും ഇവരുടെ മൂത്രം ഉണ്ടാവുക. കോഫി കളേർഡ് യൂറിൻ എന്നാണ് പറയുക. ഈ ഓർഗാനിസം ഒരു പക്ഷേ തലച്ചോറിലാണ് എത്തിപ്പെടുന്നതെങ്കിൽ അപസ്മാരം, ഈ പ്രത്യേക രീതിയിൽ കൃഷ്ണമണി നീങ്ങിക്കൊണ്ടിരിക്കുക, നിസ്റ്റാഗ്മസ് എന്നാണ് ഈ അവസ്ഥയെ പറയുക, ചിലപ്പോൾ പാരാലിസിസ്, ഇതെല്ലാം കണ്ടേക്കാം. ചില സമയങ്ങളിൽ ഈ അസുഖം യാതൊരു ലക്ഷണമില്ലാണ്ടെയും നായകളിൽ കണ്ടേക്കാം. ഇതിനർത്ഥം ശരീരത്തിൽ കയറിയിട്ടുള്ള അണുക്കളെ കണ്ടെയ്ൻ ചെയ്യാൻ അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ ആ നായയുടെ പ്രതിരോധത്തിന് കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഇനി നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലിവർ, കിഡ്നി ഇവരുടെ ഫങ്ഷൻ, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടുമാണ് കണ്ടെത്തുക. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മഴത്തുള്ളിയുടെ ആകൃതിയിൽ മിക്കപ്പോഴും 2 എണ്ണമായിട്ടാണ് ബെബീഷ്യ കാനസ് കാണപ്പെടുകയെങ്കിൽ വളരെ സൂക്ഷ്മമായ 2 കുത്തുകളായിട്ടാണ് ബെബീഷ്യ ഗിബ്സോണി കാണപ്പെടാറ്. അതുകൊണ്ട് തന്നെ അവർ മിക്കപ്പോഴും മൈക്രോസ്കോപ്പ് വഴി കണ്ടുപിടിക്കാനും വളരെയധികം ബുദ്ധിമുട്ടുള്ളവയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് PCR, എലൈസ പോലെയുള്ള ടെസ്റ്റുകളും ഇതിനുവേണ്ടി ചെയ്യാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ വളരെയധികം കാലം കൊണ്ടു നടക്കേണ്ട ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് ബെബീഷ്യയ്ക്ക് ഉള്ളത്. ഇതിന് പുറമെ രക്തം കുറവാണെങ്കിൽ രക്തവും, ഭക്ഷണം എടുക്കുന്ന കുറവാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റും മാറി മാറി ചെയ്യേണ്ടതായിട്ട് വരും. ലക്ഷണം മുഴുവനായി മാറിയാലും എല്ലാ രക്താണുക്കളും ശരീരത്തിൽ നിന്ന് പോയി എന്ന് ഉറപ്പിക്കാനും നമുക്ക് കഴിയില്ല. പലപ്പോഴും ഈ അസുഖം വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ കഴിഞ്ഞിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ഒന്നും കൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതും ലിവർ ഫങ്ഷൻ, കിഡ്നി ഫങ്ഷൻ നോക്കുന്നതും നല്ലതാണ്. ലിവർ എഫക്റ്റഡ് ആയിട്ടുള്ള നായകളാണെങ്കിൽ ലിവർ മെഡിസിൻസും കുറച്ചധികം കാലം കഴിക്കുന്നത് നല്ലതാണ്. മറ്റേതൊരു അസുഖത്തിനെ പോലെ തന്നെ അസുഖം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടും ഏറ്റവും എളുപ്പം അസുഖത്തെ പ്രതിരോധിക്കാനാണ്. പ്രതിരോധം വളരെ സിമ്പിളാണ്. ചെള്ളിനെതിരെയുള്ള പ്രതിരോധമാണ് ഈ അസുഖം നിയന്ത്രിക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം. ഇനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണെങ്കിൽ PCR ചെയ്തതിന് മാത്രം ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ അസുഖം പ്രതിരോധിക്കാൻ പറ്റും. ചെള്ളുകളെ പ്രതിരോധിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പെറ്റ് കോളേഴ്സ്, സ്പോട്ട്-ഓൺസ്, പൗഡേഴ്സ് എന്നിങ്ങനെ പല രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങളും അവൈലബിൾ ആണ്. നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്ന ടിക്സിനെ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുന്നത് മറ്റൊരു പ്രതിരോധ മാർഗമാണ്. ഈ അസുഖത്തിനെതിരെ യൂറോപ്പ് പോലെയുള്ള ചില സ്ഥലങ്ങളിൽ വാക്സിനേഷൻ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ അത് അവൈലബിൾ അല്ല. വാക്സിൻ ചെയ്താലും 4 മുതൽ 6 മാസം വരെ മാത്രമാണ് അതിൻ്റെ ഒരു പ്രതിരോധം നായ്ക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വാക്സിൻ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഏതൊരു അസുഖത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തും ഞാൻ പറയാറുണ്ട്, അസുഖം വന്നതിന് ശേഷമല്ല, അതിന് മുന്നേ തന്നെ നമ്മൾ ഈ അസുഖത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഈ അസുഖത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഏതെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലും നമുക്ക് ഹാൻഡിൽസ് ഉണ്ട്. അതിനുള്ള നിങ്ങൾക്ക് സജഷൻസ് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായി നായ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.